ഹായ്, എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ത്രീകൾക്ക് ഒരാളോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അവരൊരാളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അത് പ്രകടമായിട്ട് കാണിക്കുന്നില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള അവരുടെ പെരുമാറ്റത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അങ്ങനെ ഇമോഷണലി ഒരുപാട് അറ്റാച്ച്മെന്റ് ഒരാളോട് തോന്നിക്കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സ്ത്രീകളിൽ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിലുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവർ ഭയങ്കരമായിട്ട് നിങ്ങളെ കെയർ ചെയ്യാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചെറിയ കാര്യങ്ങൾ പോലും ആൾ ഓർത്തിരിക്കും. മുമ്പേ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, അതൊക്കെ വളരെ നല്ല രീതിയിൽ ഓർത്തിരിക്കുകയും ചിലപ്പോൾ അതുമായി കണക്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരികയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വല്ല വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആളത് മനസ്സിലാക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക, ഇതൊക്കെ ആൾ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ നിങ്ങളുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ആൾ നോക്കും. അതേപോലെ കഴിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങളെ കെയർ ചെയ്യാൻ തുടങ്ങുന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിലും നിങ്ങളെ ചിലപ്പോൾ വിളിക്കുക, മെസ്സേജ് അയക്കുകയും ചെയ്യും, നീ കഴിച്ചില്ലേ, അല്ലെങ്കിൽ എന്താ ചെയ്യണത്, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമൊക്കെ ആളുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്, നിങ്ങളെക്കുറിച്ച് എപ്പോഴും ആൾ ഓർത്തിരിക്കുന്നത് കൊണ്ട് കൂടിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റാൻഡം ഷെയറിങ് കൂടുതലായിരിക്കും. അതായത് ആളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരും, അല്ലെങ്കിൽ ആളിപ്പോൾ എവിടെ എത്തി എന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. ഞാൻ ഇന്ന സ്ഥലത്ത് എത്തി എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ടാവും. അവരെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുക. അതായത് ഓരോ ദിവസം നടക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുമായിട്ട് അവർ ഷെയർ ചെയ്യും, എന്നാലേ അവർക്ക് സമാധാനം കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡെയിലി ലൈഫിൽ നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ എപ്പോഴും അവരുടെ കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ ലൈഫിൽ നിങ്ങളെ അവർ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളും അവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്രയും നിങ്ങളുമായിട്ട് ക്ലോസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ അവർ എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലോ കോൾ ചെയ്ത് കഴിഞ്ഞാലോ ആളപ്പം തന്നെ റിപ്ലൈ ചെയ്യും. ഇത് മിക്ക സ്ത്രീകളെയും ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ അവർ സ്നേഹിക്കുന്ന ആ ഒരാൾ അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ എത്ര തിരക്കാണെങ്കിലും അപ്പം തന്നെ റിപ്ലൈ കൊടുക്കും എന്നുള്ളതാണ്. അത്രയും ഒരു അഡിക്ഷൻ എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും അത്രയും വാല്യൂ അവരെ സ്നേഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മെസ്സേജും കോൾസൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ തന്നെ നന്നായിട്ട് തന്നെ എഫേർട്ട് എടുത്ത് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ നിൽക്കുന്നുണ്ടായിരിക്കും. എത്ര തിരക്കാണെങ്കിലും കുറച്ച് സമയം സംസാരിക്കാൻ അവർക്ക് ഒരു മടി ഉണ്ടാവില്ല. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്താനായിട്ട് ഇവർ മാക്സിമം ശ്രമിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അഥവാ അവർ ടയേർഡായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കണക്ട് ചെയ്യാനും നിങ്ങളെ വിളിക്കാനും ഇവർക്ക് വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതിനുള്ള താല്പര്യം അവരെപ്പോഴും കാണിക്കുകയും ചെയ്യും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെറിയ രീതിയിലുള്ള ഒരു മിസ്റ്റേക്ക് വരികയോ അല്ലെങ്കിൽ അവരുടെ അടുത്തൊരു ഗ്യാപ്പ് എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് പെട്ടെന്ന് ഹേർട്ട് ചെയ്യും. നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളിലും ആൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അതിൽ ചിലപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ നോർമലി ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ ആയിരിക്കാം, പക്ഷേ അവരെ അത് പെട്ടെന്ന് ഫീൽ ചെയ്യിപ്പിക്കും. അതായത് പെട്ടെന്ന് ഒരു ഹേർട്ട് ചെയ്യിപ്പിക്കുക, ഭയങ്കരമായിട്ട് വിഷമം വരിക, ഈ ഒരു സംഭവം. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും ക്ലോസ് ആയിരിക്കുന്ന ഒരാൾ അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് വിഷമമൊക്കെ വരിക. അങ്ങനെ അവർക്ക് തോന്നുന്നുണ്ടായിരിക്കും. അതേപോലെ ഇപ്പോൾ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന റിപ്ലൈസോ മെസ്സേജോ കാര്യങ്ങളൊക്കെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ആൾ നന്നായിട്ട് ഓവർ തിങ്ക് ചെയ്യും. ഓവർ തിങ്ക് ചെയ്യുമ്പോൾ ഫുള്ള് നെഗറ്റീവ് കാര്യങ്ങളെ വരുള്ളൂ എന്നുള്ളത് വേറൊരു വശം. എന്നാലും ഇങ്ങനെ ഓവർ തിങ്ക് അവരെപ്പോഴും ചെയ്യുന്നുണ്ടായിരിക്കും. ഓവർ തിങ്ക് ചെയ്യുന്നത് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവരത് വിട്ടുകളയും. പക്ഷേ അവർക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പേഴ്സൺ ആകുമ്പോഴാണ് എന്തായിരിക്കും മെസ്സേജ് അയക്കാത്ത, വിളിക്കാത്ത എന്തായിരിക്കും, ഈ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും മനസ്സിലാക്കുക ഇഷ്ടക്കൂടുതലാണ്, ഒരു അറ്റാച്ച്മെന്റ് കൂടുതലായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും സ്ത്രീകളിൽ വരുന്ന മാറ്റമാണ് എന്നുള്ളത്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ സേഫ് സൈഡ് കാണിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് വൾണറബിൾ ആവാനായിട്ട് തുടങ്ങുന്നുണ്ടായിരിക്കും. അവർക്ക് എന്തൊക്കെ പേടിയുണ്ട് അതൊക്കെ അവർ തുറന്നു പറയും. ചിലപ്പോൾ അവരുടെ ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ അവരുടെ കുട്ടിക്കാലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവർ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുള്ള ട്രോമാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യും. അവരുടെ ഇൻസെക്യൂരിറ്റീസ് എല്ലാം നിങ്ങളോട് തുറന്നു പറയും എന്നുള്ളതാണ്. പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് നിങ്ങളോട് പറയാനായിട്ട് തുടങ്ങും. ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അവരുടെ ജീവിതത്തിൽ അവർ ഉൾപ്പെടുത്തി കഴിഞ്ഞു, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അതിനവർ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് അർത്ഥം. ഇത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള അടുത്ത് മാത്രമേ അവരവരുടെ ഇൻസെക്യൂരിറ്റീസോ അതല്ലെങ്കിൽ അവർ ആരോടും പറഞ്ഞിട്ടില്ലാത്ത സീക്രട്ട്സോ കാര്യങ്ങളൊക്കെ തുറന്നു പറയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നിങ്ങളുമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയതുകൊണ്ടാണ്. സോ സ്ത്രീകൾ പൊതുവെ ഇമോഷണലി ഒരാളോട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെയാണ് കാണാൻ പറ്റുക. അതല്ലാതെ പെട്ടെന്ന് അവർ ഓപ്പണായിട്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതൊന്നും പറയുന്നുണ്ടാവില്ല. പൊതുവെ സ്ത്രീകൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളാണ്, എന്നാലും പെട്ടെന്ന് അവരുടെ വാക്കുകളിലൂടെ അത് പറയണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആൾ ഇമോഷണലി നിങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്നൊരു വിശ്വാസത്തിൽ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാൻ മറക്കാതിരിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്